ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന വിമർശനം. സ്വർണ്ണ കവർച്ചയിൽ സാമ്പത്തിക ലാഭം നേടിയത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കെയാണ് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ചുമതലയുള്ള തന്ത്രിക്കെതിരെ SIT തിരിഞ്ഞത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SIT മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാൻ മുതിരുന്നില്ലെന്നും ആരോപണം. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? SIT രാഷ്ട്രീയ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു വിമർശനം സജീവമായി നിലനിൽക്കുന്നുണ്ട്. കാരണം SIT സ്വീകരിക്കുന്ന പരസ്പര വിരുദ്ധമായ നിലപാടുകളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം ശക്തമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്, ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നിരസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സംബന്ധിച്ച കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഇത് തന്ത്രിയുടെ കയ്യിൽ നിന്നും ഈ കട്ടിളപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നതിനുള്ള അനുജ്ഞ വാങ്ങിയിരുന്നില്ല, ഇതിനുള്ള അനുമതി വാങ്ങിയിരുന്നില്ല, ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള അനുമതി ഇതിന് നൽകിയതായി തെളിവുകളില്ല, ഒപ്പം തന്നെ തന്ത്രിക്ക് ഇക്കാര്യങ്ങൾ അറിയുണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ളൊരു നിലപാടാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചത്. അതേ അന്വേഷണ സംഘമാകട്ടെ ഇന്നലെ ഈ ഗൂഢാലോചനയിൽ വരെ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടും അറസ്റ്റ് നോട്ടീസും ഒക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു വൈരുദ്ധ്യം അന്വേഷണ സംഘത്തിൻ്റെ നടപടികളിലുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ഒരേ വിഷയത്തിൽ ഒരേ ആളെ സംബന്ധിച്ച് പല നിലപാടുകൾ പറയുന്ന ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളൊരു ആരോപണം സജീവമാകാൻ കാരണം. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് തന്ത്രിയുടെ ആളെന്ന നിലയിലാണ് താൻ പോറ്റിയെ പരിചയപ്പെട്ടത് എന്നൊക്കെയുള്ള പത്മകുമാറിൻ്റെ മൊഴി വരുന്നത് ഏതാണ്ട് നവംബർ പകുതി കഴിയുമ്പോഴാണ്. നവംബർ 20-25 ആ ഒരു സമയത്തിനനുസരിച്ചാണ് ഈ മൊഴികൾ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 45 ദിവസത്തോളമൊക്കെ ആയിരിക്കുന്നു. സ്വാഭാവികമായും പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ച് പോറ്റിയുമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രിയുടെ പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റിലേക്ക് പോകാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ പറയുന്ന പത്മകുമാറിന്റെ മൊഴി പോറ്റിക്ക് തന്ത്രിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള മൊഴിയൊക്കെ ഉള്ളതൊക്കെ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചതാണ്. അപ്പോൾ ഇത്രയും കാലം ഇതിനുവേണ്ടി കാത്തിരിക്കുകയും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക പെട്ടെന്നുള്ള നടപടി ഉണ്ടാകുകയും ചെയ്ത സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ED ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകളിലേക്കും കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ കടക്കുമ്പോൾ, ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അതിന് തൊട്ട് ആ അന്വേഷണം ഉണ്ടാകുന്നു, അന്വേഷണത്തിന്റെ പ്രഖ്യാപനം വരുന്നു, അതിന് പിന്നാലെ തന്നെ വളരെ ധൃതി പിടിച്ച് തന്ത്രിയുടെ അറസ്റ്റും ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോഴാണ് ഈ പ്രത്യേകിച്ച് ഈ വലിയ വിമർശനങ്ങൾ സജീവമായി നിലനിൽക്കുന്നത്. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഈ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് ഈ തന്ത്രിക്ക് ഈ കാര്യങ്ങൾ, അതായത് ശബരിമല എങ്ങനെയാണ്, ശബരിമലയിലെ ആചാരങ്ങൾ എങ്ങനെയാണ്, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ അറിവുണ്ട്. ആ അറിയാവുന്ന തന്ത്രി ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കവർച്ച നടക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ കൂടി അനുമതിയില്ലാതെ ഈ കട്ടിളപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്വാഭാവികമായും കുറ്റം ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ ആരോപണത്തിൻ്റെ കഴമ്പുള്ള ഭാഗങ്ങൾ ആ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടടക്കം ഇല്ല എന്നുള്ള വിമർശനവും ഒരു വശത്ത് ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവരുടെ അറസ്റ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനുശേഷം കോടതികളിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിലോ ഈ രീതിയിലുള്ള ഒരു പരാമർശവും തന്ത്രിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ളൊരു ഒരു സേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻറ്റിമേഷനോ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ അന്വേഷണത്തിൻ്റെ ഒരു വേറൊരു വഴിയിലേക്ക്, ദിശയിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ആരംഭിക്കുന്ന സമയമെത്തുമ്പോഴാണ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെ അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നതും പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കുമൊക്കെ കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വീകരിച്ച നിലപാടിലെ വൈരുദ്ധ്യം, ഒപ്പം ED ഈ വിഷയത്തിൽ പരിശോധന അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ചില ദുരൂഹതകളും ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു
മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ തന്ത്രി ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഒരു ക്രൈമിൽ പങ്കാളിയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും കുറ്റങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘം കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷേ വേറെ പ്രധാനപ്പെട്ട വിഷയം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായൊരു സാഹചര്യമുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക്. അതിനുശേഷം ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസ് വഴിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ആദ്യമായി ദേവസ്വം ബോർഡിൽ എത്തുന്നത് എന്നുള്ളത് പത്മകുമാർ നൽകിയ മൊഴിയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പത്മകുമാറിൻ്റെ മൊഴിയും അങ്ങനെയുള്ള ഈ കേസിലെ പ്രതികളായ ആളുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെങ്കിൽ പത്മകുമാർ ഈ പറയുന്ന രീതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ ഇത്തരമൊരു അപേക്ഷ എത്തുന്നു, ആ അപേക്ഷ നേരെ ദേവസ്വം ബോർഡിലേക്ക് അയക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ആരോപണം നേരിടുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റിലായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരുപാട് ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്ന സാഹചര്യവുമുണ്ട്. അങ്ങോട്ടേക്ക് പരിശോധനകൾ പോകാത്തതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാത്ത എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഒപ്പമാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ട് മുൻ അംഗങ്ങൾ, പ്രസിഡന്റും എൻ വിജയകുമാർ അടക്കമുള്ള 2 പേർ അറസ്റ്റിലായ സാഹചര്യം ഉണ്ടായിട്ടും അന്നത്തെ മറ്റൊരു അംഗമായിട്ടുള്ള KP ശങ്കരദാസിനെ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നു. അതൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായതുകൊണ്ടാണോ ആ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാത്ത തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും അവിടെ നിൽക്കുന്നു. അപ്പോൾ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ പരിശോധനയിലുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ SITയുടെ നടപടിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ സ്വീകരിച്ച നിലപാട് എങ്ങനെ ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആ നിലപാടിൽ എങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം ഉൾട്ടയടിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നിരവധി സംശയങ്ങളാണ് പ്രജിത്ത് SITയുടെ നീക്കത്തിന് പിന്നിൽ ഉണ്ടാകുന്നത്. കാരണം മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയിലേക്ക് എത്തുമ്പോൾ അതേ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം എത്തേണ്ടത് കടകംപള്ളിയിലേക്കല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ ബോധപൂർവമായ ഒരു രക്ഷിക്കൽ തന്ത്രം നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ തന്നെയാണ് SITക്കെതിരെ ഉയരുന്നത്. എന്തായാലും ഇതൊക്കെ കോടതിയുടെ മുൻപിൽ എത്തുമ്പോൾ എന്താകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്.